എല്ലാവർക്കും ലൈഫ് ട്രക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ബക്രീദൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. എൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവരും ട്രൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഈസി മാംഗോ ജാം ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മാംഗോ ജാമിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് മാങ്ങ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ അധികം നാരില്ലാത്ത മാങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ജാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാര് നമുക്കതിലിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അധികം നാരില്ലാത്ത മാങ്ങ, നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ആ പൾപ്പ് മാത്രം എടുക്കണം. അപ്പം നമുക്ക് ഈ തോല് വേണ്ട, അപ്പോൾ പൾപ്പ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഞാനിതാ ഇവിടെ മാങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ട് തോലില്ലാതെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ പൾപ്പ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം കൂട്ടാതെ നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാൻ മാങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അപ്പം നമ്മളതിനകത്ത് ഒരംശം പോലും വെള്ളം പാടില്ല കേട്ടോ. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും പാടില്ല. ഇതേമാതിരി തന്നെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ നമ്മുടെ മാങ്ങ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണമൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് വേറൊരു പാനിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. അപ്പം നമുക്കിത് വേറൊരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മാങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞതിൽ പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പക്ഷേ 1 കപ്പ് പഞ്ചസാര ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നില്ല, വെറും 3/4 കപ്പ് പഞ്ചസാര ഇടുന്നുള്ളൂ. പിന്നെ ബാക്കി നമുക്ക് മധുരം പാകമാണോ നോക്കിയതിന് ശേഷം നമുക്കിടാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഈ മാങ്ങയും പഞ്ചസാരയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ ആ മാങ്ങയുടെ ആ പൾപ്പിലേക്ക് നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഇടാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ്. അത് നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ജാമ് പഴത്തിൻ്റെ ജാമാണ് തോന്നുന്നു. ഇപ്പോഴല്ല കേട്ടോ, ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ എങ്ങാനും പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ജാം ഉണ്ടാക്കുന്നത്. അത് ഞങ്ങൾക്കൊരു ആക്ടിവിറ്റി ആയിട്ട് ക്ലാസ്സിൽ നിന്ന് തന്നതായിരുന്നു. ഞങ്ങൾക്കൊരു നീഡിൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പീരീഡ് ഉണ്ടായിരുന്നു. അതിൽ സിസ്റ്റർ ഹിൽഡ ഞങ്ങൾക്ക് തന്നൊരു ആക്ടിവിറ്റി ആയിരുന്നു. ജാമിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ വീട്ടിൽ നിന്ന് തന്നെ ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് രീതിയിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഐറ്റം വെച്ചിട്ട് ജാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു ജാം, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടൊരു കുക്ക് ചെയ്തു എന്നും പറയാൻ പറ്റുന്ന ഒരു സാധനം ജാം തന്നെയാണ്. അപ്പം നമ്മുടെ മാംഗോയും പഞ്ചസാരയൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുറുകണ്ട കേട്ടോ, ഭയങ്കരമായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന ആ ഒരു ജാമിൻ്റെ ലെവലിലേക്ക് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷേ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് അടച്ച് വെച്ചിട്ട് പിന്നെ അതെടുക്കുന്ന സമയത്ത് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് കുറുക്കണ്ട, എന്നാൽ ഭയങ്കരമായിട്ട് ലൂസായിട്ട് ഇരിക്കാനും പാടില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിതെടുക്കാൻ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാംഗോയുടെ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് കറുവപ്പട്ട എടുത്തിട്ട് ഒന്ന് മാറ്റാം കേട്ടോ ഇതിനകത്തുനിന്ന്. ഇനി ഇതിനകത്തേക്ക് ഒഴിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങ നീരാണ്. അപ്പം ഞാനൊരു മീഡിയം വലുപ്പമുള്ള ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ജാമിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പൂണിൽ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ ചെരിച്ച് നോക്കണം. അപ്പോൾ അത് ഒഴുകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇങ്ങനെ ഒഴുകാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. അപ്പം നമ്മുടെ മാംഗോ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ് ബോട്ടിലിനകത്തേക്ക് മാറ്റാം.
ഇനി നമുക്കിതൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റണം. അപ്പം അധികം ചൂടാറുന്നതിന് മുന്നേ തന്നെ മാറ്റണം, കാരണം ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ചൂടാറുന്നതിന് മുന്നേ തന്നെ ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ നല്ലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജാം ബോട്ടിലിനകത്തേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് മാംഗോ ജാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊരു കുറഞ്ഞതൊരു 3 ആഴ്ച വരെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു 3 ആഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഹോം മെയ്ഡ് മാംഗോ ജാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബായ്.